ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇത് ദ കളർഫുൾ ട്രഷർ എന്ന സ്റ്റോറിയുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ. വേൾഡ് ഓഫ് വണ്ടേഴ്സ്, വേൾഡ് ഓഫ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളുടെ ലോകം. ദീസ് ബുക്സ് ആർ ഫോർ യു, സെഡ് ദീദി. ദീസ് ബുക്സ് ആർ ഫോർ യു, സെഡ് ദീദി. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, ദീദി പറഞ്ഞു. ഫോർ അസ് എക്സ്ക്ലൈംഡ് നിന്നു. ഫോർ അസ് എക്സ്ക്ലൈംഡ് നിന്നു. നമുക്കാണോ ഈ ബുക്ക് എന്ന് നിന്നു വിളിച്ചു പറഞ്ഞു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അതർ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അതർ. കുട്ടികൾ പരസ്പരം നോക്കി. ദേ ബിഗൻ ടു ടേൺ ദ പേജസ്. ദേ ബിഗൻ ടു ടേൺ ദ പേജസ്. അവർ പേജുകൾ മറിക്കാൻ തുടങ്ങി. അവർക്കിപ്പോൾ പുസ്തകം കിട്ടിയില്ലേ, അതിലെന്താ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടി അവരോരോരോ പേജ് മറിക്കാൻ തുടങ്ങി. ദേ ബിഗൻ ടു ടേൺ ദ പേജസ്. അവർ പേജുകൾ മറിക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീദി പറഞ്ഞു. ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. ശരി കുട്ടികളെ, എനിക്ക് പോകാനുള്ള സമയമായി. ഞാനിപ്പോൾ പോവാണ്, എനിക്കിപ്പോൾ പോവാനുള്ള സമയമായി. അതിനെങ്ങനെയാ പറയുക? ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. എനിക്കിപ്പോൾ പോവാനുള്ള സമയമായി. സി യു ദീദി, നമുക്ക് കാണാം. സി യു ടുമോറോ, നമുക്ക് നാളെ കാണാം. ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. ദീദി പറഞ്ഞ് അവരെ കൈവീശി കാണിച്ചു, അവർക്ക് ടാറ്റ കാണിച്ചു. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. കുട്ടികൾ തിരികെ കൈവീശി കാണിച്ചു, ടാറ്റ കാണിച്ചു. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്. ആ ചുവന്ന ഷാല് കാണാതാകും വരെ അവർ കണ്ണ് ചിമ്മിയില്ല. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. കുട്ടികൾ പുസ്തകങ്ങൾ എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫില്ലഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ഈച്ച് ബുക്ക് വാസ് ഫില്ലഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ഓരോ പുസ്തകത്തിലും അത്ഭുതകരമായ കഥകളും മനോഹരമായ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ കഥകൾ. വണ്ടർഫുൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കഥകൾ. ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രങ്ങൾ, പിക്ചേഴ്സ്. ഓക്കെ. ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ ചിത്രങ്ങൾ. ഈച്ച് ബുക്ക് വാസ് ഫില്ലഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ഓരോ പുസ്തകവും അത്ഭുതകരമായ കഥകളും മനോഹരമായ ചിത്രങ്ങളാൽ നിറഞ്ഞതായിരുന്നു. They were not able to read the stories. They were not able to read the stories. അവർക്ക് കഥകൾ വായിക്കാൻ കഴിഞ്ഞില്ല. But they imagined some stories by looking at the pictures. But they imagined some stories by looking at the pictures. പക്ഷേ ചിത്രങ്ങൾ നോക്കി അവർ ചില കഥകൾ സങ്കല്പിച്ചു. ഇമാജിനഡ് എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചു. ഓക്കെ. ഇപ്പം അവർക്ക് ഓരോ പുസ്തകങ്ങൾ കൊടുത്ത് ദീദി പോയില്ലേ, അവരാ പുസ്തകങ്ങൾ മറിച്ചു നോക്കി. അതിൽ അത്ഭുതകരമായ സ്റ്റോറീസും മനോഹരമായ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾക്ക് വായിക്കാൻ അറിയോ? ഇല്ല. ദേ വേർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. അവർക്ക് ആ കഥകളൊന്നും വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരെങ്ങനെയാ അത് മനസ്സിലാക്കിയത്? അവർ ആ ചിത്രങ്ങൾ നോക്കി സങ്കല്പിച്ചു, അല്ലേ? ദേ ഇമാജിൻ സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്, അല്ലേ? അവർ ആ കഥയിലെ കുറച്ച് പിക്ചേഴ്സ് നോക്കി അതെന്തായിരിക്കും എന്ന് ഇമാജിൻ ചെയ്തു, സങ്കല്പിച്ചു, അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദീദിയുടെ ചുവന്ന ദുപ്പട്ട കാണാതാവും വരെ കുട്ടികൾ എന്തിനാണ് നോക്കിക്കൊണ്ടിരുന്നത്? എന്തിനാണ്? കുട്ടികൾക്ക് ദീദിയെ ഇഷ്ടപ്പെട്ട് കാണും, അല്ലേ? നോക്കാം. അടുത്ത പേജിൽ നോക്കിയാലോ. ഓർ ദീദി, ഓർ ദീദി.
നമ്മുടെ ദീദി. ദീദി began to come every day. ദീദി began to come every day. ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. They sat with her and listened to the stories. They sat with her and listened to the stories. അവർ അവളോടൊപ്പം ഇരുന്ന് കഥകൾ കേട്ടു. Listened എന്ന് പറഞ്ഞാൽ കേട്ടു. They sat with her and listened to the stories. അവർ അവളോടൊപ്പം ഇരുന്ന് കഥകൾ കേട്ടു. Wow, what fantastic tales Didi read out to them. Wow, what fantastic tales Didi read out to them. അയ്യോ, എത്ര മനോഹരമായ കഥകളാണ് ദീദി അവർക്ക് വായിച്ച് കേൾപ്പിച്ചത്. Slowly, they began to recognize letters and words. Slowly, they began to recognize letters and words. പതുക്കെ അവർ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ തുടങ്ങി. Before long, they were reading stories too. Before long, they were reading stories too. താമസിക്കാതെ അവർ കഥകളും വായിക്കാൻ തുടങ്ങി. They began to love their Didi deeply. They began to love their Didi deeply. അവർ തങ്ങളുടെ ദീദിയെ ആഴമായി സ്നേഹിക്കാൻ തുടങ്ങി. They decided to decorate Didi's seat. They decided to decorate Didi's seat. അവർ ദീദിയുടെ സീറ്റ് അലങ്കരിക്കാൻ തീരുമാനിച്ചു. They brought a chair, a piece of carpet and some curtains. They brought a chair, a piece of carpet and some curtains. അവർ ഒരു കസേരയും ഒരു കഷ്ണം കാർപ്പറ്റും കുറച്ച് കർട്ടനുകളും കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? ദീദിയുടെ സീറ്റ് അടിപൊളിയാക്കാൻ വേണ്ടി അല്ലേ? By now, Didi's face looked lovely. By now, Didi's face looked lovely. ഇപ്പോൾ ദീദിയുടെ സ്ഥലം മനോഹരമായി തോന്നി. But Didi did not come. But Didi did not come. പക്ഷേ ദീദി വന്നില്ല. The next day too, she did not come. The next day too, she did not come. പിറ്റേന്നും അവൾ വന്നില്ല. 2 ദിവസമായി ദീദി അവരെ കാണാൻ വന്നില്ല. The children were worried. The children were worried. കുട്ടികൾ വിഷമിച്ചു. Yet they continued to wait. Yet they continued to wait. അവർ കാത്തിരിപ്പ് തുടർന്നു. But she didn't come. But she didn't come. പക്ഷേ അവൾ വന്നില്ല. കുട്ടികൾ വിഷമിച്ച് കാത്തിരിപ്പ് തുടർന്നു. വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ വന്നില്ല. ഈ പിക്ചർ കണ്ടോ? കുട്ടികൾ എങ്ങനെയാ ഡെക്കറേഷൻ ചെയ്തത്, എങ്ങനെ അലങ്കരിച്ചത് കണ്ടോ? ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. How did the children beautify Didi's seat? How did the children beautify Didi's seat? കുട്ടികൾ ദീദിയുടെ സീറ്റ് എങ്ങനെ മനോഹരമാക്കി? എങ്ങനെയാ? ഒരു കസേരയും ഒരു കാർപ്പറ്റും കുറച്ച് കർട്ടൻസും കൊണ്ടുവന്നു അല്ലേ? എന്നിട്ട് അതിനെ മനോഹരമാക്കി. What happened to Didi? Can you guess? ദീദിക്ക് എന്ത് സംഭവിച്ചു കാണും? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും? ദീദി എന്തുകൊണ്ടാ വരാത്തത്? അടുത്ത പേജ് നോക്കിയാലോ. എ ക്ലൂ, സൂചന. ക്ലൂ എന്ന് പറഞ്ഞാൽ സൂചന. One day, in a book they saw Didi's address written on the last page. One day, in a book they saw Didi's address written on the last page. ഒരു ദിവസം ഒരു പുസ്തകത്തിൻ്റെ അവസാന പേജിൽ ദീദിയുടെ അഡ്രസ് എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. They noted it down. They noted it down. അവർ അത് എഴുതിയെടുത്തു. Excitedly, they went in search of her. Excitedly, they went in search of her. ആവേശത്തോടെ അവർ അവളെ അന്വേഷിച്ചു. Excitedly എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ. ആവേശത്തോടെ അവർ അവളെ അന്വേഷിച്ചു. They carried the books with them. They carried the books with them. പുസ്തകങ്ങളും അവർ കൂടെ കൊണ്ടുപോയി. By then, the children could read the bus number and its destination.
By then, the children could read the bus number and its destination. അപ്പോഴേക്കും കുട്ടികൾക്ക് ബസ് നമ്പറും ലക്ഷ്യസ്ഥാനവും വായിക്കാൻ കഴിഞ്ഞു. അവരിപ്പോൾ വായിക്കാനൊക്കെ പഠിച്ചില്ലേ? അവരിപ്പോൾ ബസ് നമ്പറും എവിടെ പോണ്ടേ എന്ന സ്ഥലമൊക്കെ വായിക്കാൻ പഠിച്ചു. They traveled to Didi's place. They traveled to Didi's place. അവർ ദീദിയുടെ സ്ഥലത്തേക്ക് യാത്രയായി. അവർ ദീദിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ദീദിയുടെ സ്ഥലത്തേക്ക് യാത്രയായി. They searched for her house from morning to evening. They searched for her house from morning to evening. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവളുടെ വീട് തിരഞ്ഞു. But they could not find it. But they could not find it. പക്ഷെ അവർക്കത് കണ്ടെത്താനായില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു, പക്ഷെ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. Tired and sad, they decided to return. Tired and sad, they decided to return. ക്ഷീണിതരും സങ്കടപ്പെട്ടവരുമായി അവർ മടങ്ങാൻ തീരുമാനിച്ചു. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതർ അല്ലേ? സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം അല്ലേ? ടയേർഡ് ആൻഡ് സാഡ്, ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. ക്ഷീണിതരും സങ്കടപ്പെട്ടവരുമായി അവർ മടങ്ങാൻ തീരുമാനിച്ചു. ജസ്റ്റ് ആസ് ദേ വെർ റിട്ടേണിങ്, ജസ്റ്റ് ആസ് ദേ വെർ റിട്ടേണിങ്, അവർ മടങ്ങിപ്പോവുമ്പോൾ, someone saw a red dupatta on a terrace. Someone saw a red dupatta on a terrace. ടെറസിൽ ആരോ ഒരു ചുവന്ന ദുപ്പട്ട കണ്ടു. അവർ മടങ്ങിപ്പോവാം എന്ന് തീരുമാനിച്ചപ്പോൾ ടെറസിൽ ഒരു ചുവന്ന ദുപ്പട്ട കണ്ടു. They ran to that house. They ran to that house. അവർ ആ വീട്ടിലേക്ക് ഓടി. There they saw Didi laying in the bed. അവിടെ അവർ ദീദി കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. She looked very ill. She looked very ill. അവൾ വളരെ രോഗിയായി കാണപ്പെട്ടു. ഈ പിക്ചർ കണ്ടോ? ടെറസിൽ റെഡ് ദുപ്പട്ട കാണാം അല്ലേ? ഇത് കണ്ട് ആ വീട്ടിലേക്ക് കുട്ടികളെല്ലാവരും ഓടിപ്പോയി. അവിടെ അവർ ദീദിയെ ഒരു രോഗിയായി കാണപ്പെട്ടു. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്? കുട്ടികൾ എങ്ങനെയാണ് ദീദിയുടെ വീട് കണ്ടെത്തിയത്? എങ്ങനെയാ? അവർക്ക് ടെറസിൽ ഒരു ചുവന്ന ദുപ്പട്ട കണ്ട്, അത് കണ്ട് അവർ വീട്ടിലേക്ക് ഓടി അല്ലേ? വാട്ട് കുഡ് ബി ദീദീസ് ഫീലിംഗ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ? കുട്ടികളെ കാണുമ്പോൾ ദീദിയുടെ വികാരങ്ങൾ എന്തായിരിക്കും? ദീദിക്കറിയോ കുട്ടികൾ എവിടെ വരുന്ന കാര്യം? ഇല്ല. അപ്പോൾ ദീദി ഞെട്ടിക്കാണും അല്ലേ? ഇവരെങ്ങനെ ഇവിടെ എത്തി എന്ന് ദീദി ഞെട്ടിക്കാണും അല്ലേ? അടുത്ത പേജ് നോക്കാം. ദ മാജിക് ഓഫ് വേർഡ്സ്. ദ മാജിക് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ മന്ത്രം. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. കുട്ടികളെ കണ്ടപ്പോൾ ദീദിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി. She sat up on her bed and smiled. She sat up on her bed and smiled. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് പുഞ്ചിരിച്ചു. The children sat around her and read stories for her. The children sat around her and read stories for her. കുട്ടികൾ അവളുടെ ചുറ്റും ഇരുന്ന് അവൾക്ക് വേണ്ടി കഥകൾ വായിച്ച് കേൾപ്പിച്ചു. Tears of joy filled Didi's eyes. Tears of joy filled Didi's eyes. ദീദിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. She hugged and kissed them. She hugged and kissed them. അവൾ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. She promised to meet them next week. She promised to meet them next week. അടുത്ത ആഴ്ച അവരെ കാണാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. പ്രോമിസ്ഡ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. She promised to meet them next week. അടുത്ത ആഴ്ച നമുക്ക് കാണാം എന്ന് അവൾ വാഗ്ദാനം ചെയ്തു. The children returned home happily. The children returned home happily.
കുട്ടികൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. Now ദീദി comes every day. Now ദീദി comes every day. ഇപ്പോൾ ദീദി എല്ലാ ദിവസവും വരും. You can find them എല്ലാ വൈകുന്നേരവും നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിയും. You can see them laughing. You can see them laughing. അവർ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. You can hear them reading. You can hear them reading. അവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. You can watch them having so much fun. You can watch them having so much fun. അവരെത്രമാത്രം രസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. The children, their ദീദി and the books. The children, their ദീദി and the books. കുട്ടികൾ, അവരുടെ ദീദി, പുസ്തകങ്ങൾ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. How did ദീദീസ് arrival change the children's lives? ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു? ഇപ്പോൾ ദീദി വന്നില്ലായിരുന്നെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്തേനെ? ആ മാലിന്യത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചേനെ അല്ലേ? ഇപ്പോൾ അവർ വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചു അല്ലേ? വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? കഥയുടെ സന്ദേശം എന്താണ്? ഈ കഥ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.